ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 225 ദിവസം സൂറത്തുൽ ബഖറ 215. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യസ്അലൂനക മാദാ യുൻഫിഖൂൻ قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. ജനം നിന്നോട് ചോദിക്കുന്നുണ്ടല്ലോ, അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ചെലവഴിക്കുന്ന ഏതു മുതലും ആദ്യം മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുജനങ്ങൾക്കുമാകട്ടെ, പിന്നെ അനാഥർക്കും അഗതികൾക്കും സഞ്ചാരികൾക്കും. നിങ്ങൾ ചെയ്യുന്ന ഏതു ധർമ്മവും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. സംബോധിതരുടെ ചോദ്യം ഉദ്ധരിച്ച് അതിന് മറുപടി പറയുന്ന ശൈലിയാണ് ഖുർആൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. നൽകപ്പെട്ട മറുപടി ഹ്രസ്വമാണെങ്കിലും പല മാനങ്ങളും അതിനുണ്ട്. 1. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് സൃഷ്ടാവായ അള്ളാഹുവിനല്ല അത് നൽകുന്നത്. അള്ളാഹുവിന് യാതൊന്നും ആവശ്യമില്ല, സൃഷ്ടികൾക്ക് തന്നെയാണ് അത് പ്രയോജനപ്പെടുന്നത്. കുടുംബ ബന്ധത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യമാണ് രണ്ടാമത്തെ മാനം. മനുഷ്യൻ ചെയ്യുന്ന ഏത് നന്മയുടെയും ഓരോ അണുവും അള്ളാഹുവിൻ്റെ അറിവിലുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നു എന്നതാണ് ഈ മറുപടിയുടെ മറ്റൊരു മുഖം. ഓരോ സൽക്കർമ്മത്തിനും അതിൻ്റെ കർത്താവിൻ്റെ ഇഖ്ലാസിൻ്റെയും ഈമാനിൻ്റെയും മാറ്റത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കും. അതിനാൽ അള്ളാഹു നിർദ്ദേശിച്ച അല്ലെങ്കിൽ കൽപ്പിച്ച മാർഗങ്ങളിൽ പണം ചെലവഴിക്കുന്നവർ വല്ലതും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടേണ്ടതില്ല. ഇവിടെ എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് ആർക്കു വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത് എന്നായിരുന്നുവെന്ന് മറുപടിയിൽ നിന്ന് മനസ്സിലാവുന്നു. എന്നാൽ എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് ചോദിച്ചവർ ഉദ്ദേശിച്ചത് ചെലവഴിക്കേണ്ടത് എന്താണ് എന്ന് തന്നെ ആയിരിക്കാം. അതിനുത്തരമായി സമ്പത്തായി കയ്യിലുള്ളതെന്തും ചെലവഴിക്കാമെന്ന് ഉണർത്തുന്നതോടൊപ്പം എന്ത് എന്നതല്ല മുഖ്യം, ആർക്ക് നൽകുന്നു എന്നതാണെന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. ചോദ്യകർത്താവ് അറിയാൻ ആവശ്യപ്പെട്ട സംഗതിയേക്കാൾ ചോദ്യകർത്താവ് അറിഞ്ഞിരിക്കൽ അനിവാര്യമായ കാര്യമാണ് അള്ളാഹു ഇവിടെ മറുപടിയിൽ പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ